പൊതുജനങ്ങൾക്ക് പൊതുസമൂഹത്തിനും എന്നെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അവർക്ക് ഇപ്പോഴും ഒരു പരാജയത്തിൽ നിന്ന് അവർ ഉണർന്നിട്ടില്ല. 80 കോടിയിലധികം ഇപ്പോഴും ബാധ്യതയായി നിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു നഗരസഭ ഉണ്ടെങ്കിൽ അത് പെരിന്തൽമണ്ണ നഗരസഭ മാത്രമാണ്. വലിയ ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഈ അധികാരത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. മുൻ ചെയർമാൻ നേരിട്ട് ഒരു കൗൺസിലറെ വിളിക്കുകയാണ്, ഒരു UDF കൗൺസിലറെ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ട വെച്ചാൽ ഞങ്ങൾ തരാം, ഞങ്ങളെ കൂടെ നിൽക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ അവരെ ജനങ്ങൾ നടു റോട്ടിലിട്ട് അടിക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ളത് കൂടി ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയുടെ മുൻ ചെയർമാൻ P. ഷാജിയും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണിമാഷും ഒരു ചാനലിന് അഭിമുഖം കൊടുത്തതിൽ എനിക്കെതിലും ഈ ബാങ്കിനെതിലും സർവീസ് സഹകരണ ബാങ്കിനെതിലും വലിയ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഒരു തുറന്ന പുസ്തകമാണ്. പെരിന്തൽമണ്ണയിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും എന്നെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പൊതുസമൂഹത്തിനും എന്നെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ഈ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് 2 ടേമായിട്ട് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായി ഇരിക്കുകയാണ്. അപ്പോൾ 2ാം ടേമാണ്. ഈ 2 ടേമിൽ ബാങ്ക് ഏറ്റവും നല്ല ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. ബാങ്കിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒട്ടനവധി ബിസിനസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകളും അതിൻ്റെ കൂടെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പെരിന്തൽമണ്ണയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക്. ഏകദേശം ഓരോ വർഷവും 3 വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഇപ്പോൾ 30 വീടുകളായി. 10 വർഷം പിന്നിട്ടപ്പോഴേക്കും 30 വീടുകളായി. ഇപ്പോൾ 3 വീടിൻ്റെ പണി ടെൻഡർ സ്റ്റേജിലാണ്. കേരളത്തിൽ ഒരു ബാങ്ക് ഇങ്ങനെ തുടർ പദ്ധതി എന്ന നിലയിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മാത്രമാണ്. ഒപ്പം തന്നെ ഈ ബാങ്കിലെ A-ക്ലാസ് മെമ്പർമാർ 70 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് 550ഓളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീം നടപ്പിലാക്കിയതും ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തേക്ക് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ കിഡ്നി രോഗികളായ ഏകദേശം 30ഓളം ആളുകൾക്ക് 2000 രൂപ കൊടുക്കുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയതും കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ഒരു ബാങ്കും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ഒപ്പം തന്നെ ചികിത്സയ്ക്ക് ക്യാൻസർ, കിഡ്നി, ഹാർട്ട് സംബന്ധമായ ഒപ്പം തന്നെ അത്യാഹിതം സംഭവിച്ച രോഗികൾക്ക് 25,000 രൂപ ചികിത്സാ സഹായം കൊടുക്കുന്നതും ഈ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കാണ്. ഒപ്പം തന്നെ സ്കൂള് തുറക്കുന്ന വർഷത്തിൽ ആ സമയത്ത് ജൂൺ മാസത്തിന് അല്ലെങ്കിൽ മെയ് ജൂൺ മാസത്തിന് 1500-2000ഓളം വിദ്യാർത്ഥികൾക്ക് ഏകദേശം 700 രൂപയിലധികം വില വരുന്ന പുസ്തകവും കൊടയും അതല്ലെങ്കിൽ പുസ്തകവും ബാഗും നൽകുന്ന വലിയ ഒരു പദ്ധതി ഈ ബാങ്ക് നടപ്പിലാക്കി വരാം, തുടർ പദ്ധതികളായിട്ട് നടപ്പിലാക്കി വരാം. അങ്ങനെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലെ അപൂർവം ബാങ്കുകളിൽ ചെയ്യുന്ന ഒരു ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ഒപ്പം തന്നെ ഈ ബാങ്കിൻ്റെ പെരിന്തൽമണ്ണയിലെ കർഷക തൊഴിലാളികൾ, കച്ചവടക്കാർ, പ്രവാസികൾ അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കാണ്. പെരിന്തൽമണ്ണയിൽ ജീവിക്കുന്ന ഒരാളുകൾക്ക് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ചും ഏറ്റവും നല്ല മതിപ്പും സപ്പോർട്ടും പിന്തുണയും കഴിഞ്ഞ കാലത്തൊക്കെ നൽകി വന്നിട്ടുണ്ട്. ഈ ബാങ്കിനെ കുറിച്ചും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ CPM നേതാക്കൾ അവർ ഒരു പരാജയം, അവർക്ക് ഇപ്പോഴും ഒരു പരാജയത്തിൽ നിന്ന് അവർ ഉണർന്നിട്ടില്ല. വലിയ ഒരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവരുടെ പാർട്ടി സാധാരണ പ്രവർത്തകർ, CPM സാധാരണ പ്രവർത്തകരാണ് അവർക്കെതിരെ വോട്ട് ചെയ്ത് UDF വിജയിപ്പിച്ചിട്ടുള്ളത്. UDF ഒറ്റയ്ക്ക് ഇവിടെ മത്സരിച്ച് ജയിക്കാനുള്ള വോട്ട് പെരിന്തൽമണ്ണയിൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. CPM സാധാരണ പ്രവർത്തകർ അവരുടെ അഴിമതി ഭരണം, ഈ 10-30 കൊല്ലത്തെ CPM ഭരണം ഈ നഗരസഭയെ പിറകോട്ടടിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒപ്പം തന്നെ കഴിഞ്ഞ മുഹമ്മദ് സലീമിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഈ നഗരസഭയിലെ ഏകദേശം ആ കാലഘട്ടത്തിൽ 100-125 കോടിയോളം കടബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 80 കോടിയിലധികം ഇപ്പോഴും ബാധ്യതയായി നിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു നഗരസഭ ഉണ്ടെങ്കിൽ അത് പെരിന്തൽമണ്ണ നഗരസഭ മാത്രമാണ്. ഒട്ടനവധി പദ്ധതികൾ 6 കൊല്ലം മുമ്പ് തറക്കല്ലിട്ട് ഇന്ന് പൂർത്തീകരിക്കാത്ത ഓരോ സ്മാരകങ്ങളായി കാട് പിടിച്ച് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണ്. വലിയ ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഈ അധികാരത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കടബാധ്യതയുള്ള ഒരു നരകതുല്യമായ ഒരു സംവിധാനത്തിലേക്കാണ് കയറി ചെല്ലുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ഒരു ലോണെടുത്തൊരു വ്യക്തി ലോണടക്കാൻ കഴിയാതെ ജപ്തിൻ്റെ വക്കത്ത് എത്തിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ആ വീട്ടിൽ കടന്നുറങ്ങാൻ എത്രമാത്രം ഒരു സന്തോഷം ഉണ്ടാവും എന്നതുപോലെയാണ്.
വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്കാണ്, ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്കാണ് ഈ യു ഡി എഫിൻ്റെ ഭരണ സംവിധാനം കയറി ചെല്ലുന്നത്. ശമ്പളം കൊടുക്കാൻ കാശില്ല അവിടെ. മാസാമാസം സെക്രട്ടറി വലിയ പ്രയാസം നേരിടുക ശമ്പളം കൊടുക്കാൻ. അങ്ങനത്തെ ഒരു നഗരസഭയിലേക്കാണ് യു ഡി എഫ് ഭരണത്തിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ആ കഴിഞ്ഞ കാലത്തുള്ള ഒട്ടനവധി അഴിമതികളുണ്ട്. അത് പിന്നെ ആ ഫ്ലാറ്റ് സമുച്ചയത്തിനുള്ള സ്ഥലത്തിൻ്റെ അഴിമതി, അതേപോലെ തന്നെ കഴിഞ്ഞ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി അഴിമതികൾ, ഒരുപാട് ക്രമക്കേടുകൾ, വർക്കുകൾ, ഇല്ലാത്ത വർക്കുകൾക്ക് ബില്ല് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇല്ലാത്ത വർക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബില്ല് വാങ്ങിയ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ജൂബിലി റോഡ് ഒരു SC സൊസൈറ്റിയുടെ പേരിൽ അവിടെ ഒരു വർക്ക് ഉണ്ടാക്കി. ആ വർക്ക് ടെൻഡർ കൊടുത്ത് അന്ന് 30 ലക്ഷം 35 ലക്ഷത്തിനാണ് അന്ന് കരാർ കൊടുത്തിരുന്നത്. ആ കരാറ് കൊടുത്ത് വർക്ക് പൂർത്തിയാക്കുന്നതിന് മുന്നേ വേറെ ഒരു അഡീഷണൽ വർക്ക് ഉണ്ടാക്കി ആ SC സൊസൈറ്റിനെ കൊണ്ട് തന്നെ അവിടെ രണ്ടാമത് ഒരു വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇല്ലാത്ത വർക്കുകളുടെ പേരിൽ, എടുത്ത വർക്കിൻ്റെ പേരിൽ 2 ബില്ലുകൾ പാസ്സാക്കി കൊടുത്ത അനുഭവം പെരുന്തൽമണ്ണ നഗരസഭയിലുണ്ട്. ഒപ്പം തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ പെയിൻ്റ് അടിച്ചത്, ഒന്ന് ടെൻഡർ കൊടുക്കുന്നു, അതേ വർക്കിന് വേറൊരു എസ്റ്റിമേറ്റ് വന്നുകൊണ്ട് രണ്ടാമത് ബില്ല് വാങ്ങി പോവുകയാണ്. അങ്ങനെ ഒരുപാട് ക്രമക്കേടുകൾ ആ നഗരസഭയിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള വിഭ്രാന്തിയാണ് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചെയർമാനും പിന്നെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പത്രക്കാരുടെ മുന്നിൽ പിന്നെ അവതരിപ്പിച്ചത്. അവർ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് UDFൻ്റെ പിന്നെ 3-4 സ്വതന്ത്രന്മാരുണ്ട്. ആ സ്വതന്ത്രന്മാരെ വീട്ടിൽ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുൻ ചെയർമാൻ നേരിട്ട് ഒരു പിന്നെ കൗൺസിലറെ വിളിക്കുകയാണ്, ഒരു UDFൻ്റെ കൗൺസിലറെ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ട വെച്ചാൽ ഞങ്ങൾ തരാം, ഞങ്ങളെ കൂടെ നിൽക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്. അതേപോലെ തന്നെ കുന്നപ്പള്ളിയിലെ 2-3 കൗൺസിലർമാരെടുത്ത് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ അവർ ആ തോൽവി ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവർ നിലവിലുള്ള പിന്നെ വൈസ് ചെയർമാൻ ഈ ഭരണസമിതി അവരടുത്ത് വരും എന്ന് പ്രതീക്ഷിച്ച് അവിടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച അതേ വാർഡിൽ, ആ വാർഡിൽ 400 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച വാർഡിൽ ഇന്ന് 100 വോട്ടിന് UDF ജയിക്കുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് 25-ാം വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന വാർഡ് ഇന്ന് UDFൻ്റെ കൗൺസിലർ അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണിമാഷ് ആ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പത്രക്കാർക്ക് അഭിമുഖം കൊടുത്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ആ പിന്നെ വാർഡ് പെരുന്തൽമണ്ണ നഗരസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നൊരു വാർഡാവും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല എന്നാണ് അന്ന് ഉണ്ണിമാഷ് പറഞ്ഞത്. ആ ഉണ്ണിമാഷ് വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയാണ്, നിലവിൽ ഭരണം കിട്ടിയ വൈസ് ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോട്ടയിൽ, ഉരുക്ക് കോട്ടയിലാണ് അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങി പിന്നെ പ്രയാസപ്പെട്ട് ഇന്ന് ജീവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ നിലവിലെ ചെയർമാൻ്റെ വാർഡ്, നിലവിലെ ഷാജിയുടെ വാർഡ്, ആ വാർഡ് CPMൻ്റെ ഉരുക്ക് കോട്ടയാണ്. ആ കോട്ട തകർത്തുകൊണ്ട് ഞങ്ങളെ ഖദീജ എന്ന് പറയുന്ന അവിടുത്തെ കുടുംബശ്രീയിലെ ഒരു ജീവനക്കാരി, ആ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു ആൾ ഇന്ന് അവിടുന്ന് ജയിച്ചു പോന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ മുൻ ചെയർമാൻ ദിവാകരൻ്റെ വാർഡിൽ, പാരമ്പര്യ CPMൻ്റെ കോട്ടയായ ആ ദിവാകരൻ്റെ വാർഡിൽ ഇന്ന് UDFൻ്റെ കൗൺസിലർ അവിടെ ജയിച്ചു പോരുകയാണ്. ഇങ്ങനെ ഇതൊക്കെ ജയിച്ചു പോന്നു. അതേപോലെ തന്നെ എൻ്റെ പ്രദേശത്തെ മുൻ ചെയർമാന്മാർ, 2 ഭാര്യ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയി. KT നാരായണ മാഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യ കൗൺസിലിലെ ചെയർപേഴ്സൺ പ്രേമകുമാരി, അവരൊക്കെ വാർഡുന്ന ആരുടെ കയ്യിലാണ്? UDFൻ്റെ കയ്യിലാണ്. നിലവിലുള്ള മുനിസിപ്പാലിറ്റിയിലെ മുൻ LDFൻ്റെ ചെയർമാന്മാരൊക്കെ ആ വാർഡുകളൊക്കെ ഒന്ന് UDFൻ്റെ കൈകളിൽ ഭദ്രമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംവിധാനത്തിലേക്ക് പോയി ഒരു മാനസിക വിഭ്രാന്തി പൂണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ കാഴ്ചയാണ് നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടത്. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സർവീസ് സഹകരണ ബാങ്കിൽ എനിക്കിതെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബാങ്കിന് ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്, എനിക്കിതില്ല, ഞാൻ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഇന്നലെ ഒരു ചാനലിന് അഭിമുഖം കൊടുത്ത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, എനിക്കെതിരില്ല ഈ ബാങ്ക് എന്നല്ല, ഏതെങ്കിലും ഒരു സാമ്പത്തിക ക്രമക്കേട് അവർക്ക് ഈ കഴിഞ്ഞ 40-45 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം എനിക്കുണ്ട്. ഈ 45 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് ഞാൻ വെല്ലുവിളിക്കുന്നു. CPMൻ്റെ പിന്നെ ഈ പറഞ്ഞ ചെയർമാനെയും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു ക്രമക്കേട് എനിക്കെതിരിൽ ആ ആരോപണങ്ങൾ തെളിയിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ വീണ്ടും അടിവരട്ട് പറയുന്നു, എൻ്റെ പൊതുരംഗത്തുള്ള പ്രവർത്തനം അതോടുകൂടി അന്നത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുമെന്നാണ് അത് പറയാനുള്ളത്. അവരോട് ഞാൻ കൃത്യമായി പറയുന്നു, ആരോപണം ഉന്നയിക്കുന്നതിലല്ല പ്രസക്തി, അത് തെളിയിപ്പിക്കുന്നതിലാണ്. ഞാൻ ഇവിടെ പിന്നെ നിങ്ങളെ വെല്ലുവിളിച്ചു, അത്
അതേപോലെ തന്നെ ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ നിങ്ങൾ കാണിച്ച അഴിമതികൾ വരാൻ പോകുന്ന 2 മാസം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അവിടെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പെരിന്തൽമണ്ണ നഗരസഭയിൽ നടന്നിട്ടുള്ള അഴിമതികളൊക്കെ ഞങ്ങൾ പുറം ലോകത്തേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ആ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ ഭവിഷ്യത്താണ് അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടാണ് UDF ഭരണം പൊളിക്കാൻ പിന്നെ ലക്ഷങ്ങൾ ചെലവാക്കി കോടികൾ ചെലവഴിച്ച് ഞങ്ങളെ കൗൺസിലർമാരെ ചാക്കിടാൻ വേണ്ടി നിരന്തരമായ പ്രവർത്തനം. അതിലൂടെ അവർക്ക് പിന്നെ പറ്റുന്ന ഒരു ഭരണ സംവിധാനം അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഈ അഴിമതി പുറത്തു വരാത്ത രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ അവർ മനസ്സിലാക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങൾ തന്നെയാണ് അവർക്ക് ഇതെല്ലാം വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ UDF അനുകൂലമായ വിധി നൽകിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന 5 കൊല്ലം പെരിന്തൽമണ്ണയുടെ മാറ്റത്തിന് വേണ്ടി 30 കൊല്ലം CPM കഴിയാത്ത ഒരു മാറ്റം പെരിന്തൽമണ്ണ നഗരസഭയിൽ UDF നേതൃത്വത്തിൽ 5 കൊല്ലം കൊണ്ട് ഉണ്ടാവും എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയം വേണ്ട. ഞങ്ങൾ അധികാരത്തിൽ വന്ന 1 മാസം തികയുന്നേ ഉള്ളൂ. 5 കൊല്ലം ഞങ്ങൾക്ക് കാലാവധിയുണ്ട്. ആ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ളൊരു ഭരണം പെരിന്തൽമണ്ണയിൽ കാഴ്ചവെക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് സംശയമല്ല, CPM മാത്രമേ അത് സംശയമുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ CPM പറയാനുള്ളത്, ഞങ്ങൾക്ക് ജനങ്ങൾ നൽകിയ ആ പിന്നെ ഭരണ സംവിധാനത്തിൽ കയറാനുള്ള ആ അനുകൂല സാഹചര്യം അത് നിങ്ങൾ ക്ഷമാപൂർവ്വം 5 കൊല്ലം ഞങ്ങൾക്ക് അനുവദിച്ച് തരും. അത് ജനങ്ങളെ പിന്നെ ഈ കൗൺസിലർമാരെ പിന്നിൽ ചാക്കുമായി വലിയ ചാക്കുമായി പിന്നെ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അവർക്ക് വില പേശിക്കൊണ്ട് അവർക്ക് വില കെട്ടിക്കൊണ്ട് കൊണ്ടുവരാനുള്ള ശ്രമം അവസാനിപ്പിക്കണം എന്നാണ് അത് പറയാനുള്ളത്. ഇല്ലെങ്കിൽ അവരെ ജനങ്ങൾ പൊതു നടു റോട്ടിലിട്ട് അടിക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ളത് കൂടി ഞാൻ അവരെ ഓർമ്മപ്പെടുത്താണ്. ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ നിങ്ങൾ ആരോപിച്ച ആരോപണങ്ങൾ പെരിന്തൽമണ്ണ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സാമ്പത്തിക പണമടവുള്ള സ്ഥാപനമാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ആ സഹകരണ ബാങ്ക് സ്ഥാപനം ജനങ്ങളിലെല്ലാം വിശ്വാസമുണ്ട്. ആ വിശ്വാസമായിട്ട് ശക്തമായി മുന്നോട്ട് പോകും. അതിനാക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളായിട്ട് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരും ഭരണസമിതി മുന്നോട്ട് പോകും. അതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹായം ഉണ്ടാകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.